ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് നമ്മളിങ്ങനെ ചോദിക്കുന്നു, എന്താ എൻ്റെ ദൈവമേ, ഇതെന്താ വീണ്ടും ഈ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ എത്രമാത്രം ഇത് കൊണ്ട് ബുദ്ധിമുട്ടുന്നു, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നങ്ങൾ വരുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കാതെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നം വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇത് എത്ര പരിഹരിച്ചാലും വീണ്ടും ആ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കടം ഒരു വശത്തു കൂടെ വീട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചില അസുഖങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. എത്ര ശരീരത്തിന് എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും, എത്ര ഡയറ്റ് ശ്രദ്ധിച്ചാലും ഈ അസുഖം വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ബന്ധങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചാലും വീണ്ടും അടിപിടി കൂടുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്, സങ്കടപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇത് വന്നു എന്നതിന് പകരം നിങ്ങൾ ആ ചോദ്യം ഒന്ന് മാറ്റി നോക്കുക. ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? കാരണം ഓരോ അനുഭവങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം പിന്നീട് നിങ്ങളെ അലട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? എൻ്റെ മാനസികമായിട്ടുള്ള പക്വത വർദ്ധിപ്പിക്കണമോ? എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കൺട്രോൾ കൂടുതൽ കൊണ്ടുവരണമോ? എന്നെ തന്നെ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ, വരാനിരിക്കുന്ന കാലങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാനാണോ ഈ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ പല ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഈ പ്രശ്നങ്ങൾ എനിക്ക് എന്തുകൊണ്ട് വന്നു എന്നല്ല, ഈ പ്രശ്നങ്ങൾ എന്നെ എന്താണ് പഠിപ്പിക്കുന്നു എന്ന്. അങ്ങനെ നിങ്ങൾ ആ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയില്ല, ആവർത്തിക്കപ്പെടില്ല. നമ്മുടെ ബ്രെയിനിന് വല്ലാത്തൊരു കഴിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള അപാരമായിട്ടുള്ള ശക്തി നമ്മുടെ ബ്രെയിനുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബ്രെയിനുണ്ട്, നമ്മുടെ തലച്ചോറിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദ്യം വളരെ പക്വതയോടുകൂടെ ശാന്തമായിട്ട് ഇരുന്നൊന്ന് ചോദിക്കുക, ഈ പ്രശ്നം എനിക്ക് എന്തുകൊണ്ടാണ് വന്നത്? അപ്പോൾ അതിന് വേണ്ട പരിഹാരം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും, അപ്പോൾ ആ ഉണ്ടായ പ്രശ്നത്തെ വളരെ നന്ദിയോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ ഉൾക്കൊള്ളുക. കാരണം ഈ പ്രശ്നം വന്നത് ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട്, നമുക്ക് അറിവ് നൽകാനായിട്ട്, നമ്മളെ ഉള്ളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് വന്ന ആ ഒരു അനുഭവത്തെ നമ്മൾ സ്നേഹത്തോടല്ലേ കാണുന്നത്. പലപ്പോഴും നമ്മളതിനെ വെറുക്കുകയാണ് ചെയ്യാറ്, നമ്മളതിനെ ശപിക്കുകയാണ് ചെയ്യാറ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്, ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിന് പകരം വളരെ നന്ദിയോടുകൂടെ, എനിക്ക് ഈ പ്രശ്നം വന്നത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ അറിയുന്നു. ആവർത്തിച്ച് വന്നത് വീണ്ടും ഞാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ല കഴിഞ്ഞ അനുഭവങ്ങളിലൊന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നതിന് നന്ദി. ഇത് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വളരെ സന്തോഷത്തോടുകൂടെ, നന്ദിയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പിന്നീട് ആവർത്തിക്കുകയില്ല. പിന്നെ നമ്മൾ ഒരിക്കലും പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, നമ്മുടെ ബ്രെയിന് ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനുള്ള അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ ലഭിക്കും. നമ്മൾ ശാന്തമായി ഒന്ന് ചോദിച്ചാൽ മതി, ഇതെങ്ങനെ സോൾവ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൊച്ചു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നത്തെ അല്ലെങ്കിൽ പ്രോബ്ലത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ബ്രെയിൻ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മൾക്ക് കൂട്ടുകാർ ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ കോച്ചസ്, മെൻറ്റേഴ്സ്, ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇവരോടൊന്നും പറയാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവിടെ ചില ആളുകളൊക്കെ നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ ബ്രെയിനിന് സാധിച്ചില്ല എന്നെങ്കിൽ സാധിക്കും, പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരു പക്ഷേ സാധിച്ചില്ലെന്ന് വരാം. ആ സമയത്ത് ചോദിക്കാം, ആളുകളോട് ചോദിക്കാം. അതിന് മടി വിചാരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. അത് നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ ശരിക്കൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി പ്രശ്നങ്ങൾ വരുമ്പോൾ, അയ്യോ എനിക്ക് പ്രശ്നങ്ങൾ വന്നല്ലോ എന്ന് കരഞ്ഞു വിളിക്കാതെ, ഈ പ്രശ്നം എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പക്വതയോടുകൂടെ ചോദിക്കുക, അത് മനസ്സിലാക്കുക. അങ്ങനെ നന്ദിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ വീണ്ടും വേട്ടയാടുകയില്ല. താങ്ക് യു.